ഇപ്പൊ ഈ നാടകവും സിനിമയും ഒരുപാട് ഡിഫറൻസ് അപ്പൊ അത് ഇപ്പൊ നാടകം 59 നാടകം എഴുതി, ഇപ്പൊ സിനിമയിലോട്ട് കഥ എഴുതുമ്പോ എന്തൊക്കെ വ്യത്യാസം തോന്നി? എനിക്ക് സിനിമ നാടകം എഴുതുന്നതിനേക്കാൾ എളുപ്പമായിട്ട് തിരക്കഥ എഴുതാൻ എന്നെ കൊണ്ട് കഴിയും. അത് വലിയ സംഭവമാണ്. ഒരു നാടകം എനിക്ക് എഴുതണമെങ്കിൽ 6 എഴുതാം. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ നാടകം. അത് ഞാൻ ഒരു 8 ദിവസം കൊണ്ട് എഴുതി. ഈ തിരക്കഥ തയ്യാറാക്കിയത് 2 ദിവസം കൊണ്ടാണ്. 2 ദിവസം കൊണ്ടെടുത്താണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. അപ്പൊ എനിക്ക് നാടകം എഴുതുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട്, കാരണം ഇത് ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നുണ്ട്, കുറേശ്ശെ ഭാഗങ്ങളായിട്ട് എഴുതിയാൽ മതി. അപ്പൊ അവർക്ക് ഒത്തിരി എഴുതാം. മറ്റേ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ 6 കഥാപാത്രവും 7 കഥാപാത്രവും ഈ 2 മണിക്കൂറും ഇവരെ കൊണ്ട് വേണം സംസാരിപ്പിക്കേണ്ടത്. സിനിമയ്ക്ക് അതല്ല. ബ്രേക്ക് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ പ്രകൃതി ഭംഗി വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ തിരക്കഥ എഴുതാൻ എനിക്ക് വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത് 2.5 ദിവസം കൊണ്ട് തീർത്ത തിരക്കഥയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ തെരുവ് നാടകമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ 3 നാടകത്തിന് റിലേറ്റഡ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ സിനിമ അല്ലെങ്കിൽ പുതിയ മീഡിയസ് വരുമ്പോ നാടകം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നു തോന്നുന്നു. ഇപ്പം പഴയ പോലെ വരുന്നില്ല. ഉത്സവപ്പറമ്പുകളിലാണെങ്കിലും ഗാനമേളയ്ക്കും അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഇനി ഇതിനോട് ഇഷ്ടപ്പെടുന്നവരാണ് നാടകം ബുക്ക് ചെയ്ത് കളിക്കുന്നത്. പക്ഷെ അച്ഛൻ അത് രക്തത്തിൽ എല്ലാ വർഷവും അച്ഛൻ പറയും ഈ വർഷം കൂടെ ഉള്ളെന്നൊക്കെ പറയും. എങ്കിലും ഇതിനും ഉണ്ടല്ലോ ചെലവ് നാടകം എടുക്കണം. പക്ഷെ എന്നാലും അച്ഛൻ എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കും. അതാണെന്ന് വെച്ചാൽ അത് രക്തത്തിൽ അലിഞ്ഞ് കുഞ്ഞാച്ചന്റെ സ്കൂൾ കാലഘട്ടം തൊട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അച്ഛൻ പറയുന്ന കേൾക്കാം, എല്ലാവരുടെയും സാരി കണ്ട് മേടിച്ച് കർട്ടനൊക്കെ കിട്ടി അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം അത് ഇപ്പോഴും തുടരുന്നു. 80 വയസ്സോളം ആയി അച്ഛന്. എന്നിട്ട് അതിന്റെ ഉപരി ഇപ്പൊ നാടകം ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു, നിങ്ങളൊക്കെ വേറെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി ചാരിറ്റി ചെയ്യാം, അതും സ്വന്തം പെൻഷൻ എടുത്ത് ചെയ്യാം. ഇപ്പൊ നമ്മൾ പല ചാരിറ്റീസ് ഉണ്ട്. തട്ടിപ്പാണ് ഇപ്പൊ പിരിക്കലും ഓരോന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ വ്യത്യാസമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് ഗാന്ധി ഭവനിലെ പിന്നെ സോമരാജൻ, പിന്നെ മേളം മസാലയുടെ നടത്തുന്ന മേളം കുര്യക്കോൺ, MLA പിന്നെ നമ്മുടെ മഹേഷ്, സിയാ മഹേഷ്, ഇവരൊക്കെയാണ് ഇതിന്റെ രക്ഷാധികാരികൾ. എനിക്കൊരു ചെറിയ ആഡിറ്റോറിയം ഉണ്ട്, ഒരു 150 പേർക്ക് ഇരിക്കത്തക്ക ഒരു AC ആഡിറ്റോറിയം. 10 സെന്റ് സ്ഥലത്ത് എന്റെ വീടും എന്റെ മകന്റെ ഷോപ്പും ഈ ആഡിറ്റോറിയം നിൽക്കുകയാണ്. അതിനകത്താണ് എന്റെ ഞാൻ വേറെ സമ്പാദ്യം ഒന്നുമില്ല. എന്റെ സമ്പാദ്യം എല്ലാം ഈ നാട്ടാർക്കും വേണ്ടി സിനിമയ്ക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇത് ഒരു 62ാമത്തെ മാഗസിനാണ്. ഇത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നുണ്ട്. കഥയും കവിതയും എല്ലാം. ഗവർണർ വരെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള വരെ ഇതിനകത്ത് എഴുതുന്നുണ്ട്. മഹാനായ പിന്നെ സാധാരണക്കാരായ കുട്ടികളുടെ കവിതകളും അവരെ പ്രോത്സാഹനം. ഇത് ആരും നിന്നും ഒരു നയാ പൈസ വാങ്ങിക്കുന്നില്ല. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എഴുതിയിരിക്കുന്നത് മലയാളിക്ക് സമ്മാനമായി നൽകുന്ന മലയാള മാഗസിൻ. എല്ലാ മാസത്തിലും ഇത് ഇറങ്ങും. ഇത് ഒരെണ്ണം ആങ്കറൊക്കെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് തന്നേക്കുവാണ്. ഒരുപാട് എന്താ പറയാ കഴിവുള്ളവർ എഴുതി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അനുഭവങ്ങളും ഇത് കണ്ടാൽ ചെറിയ പുസ്തകമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥയായിട്ടും കവിതയായിട്ടും ലേഖനം എന്തിനെ പറ്റിയുണ്ട്. എന്റെ ഭാര്യ എഴുതുന്നതിന് രത്നമ ബ്രാഹ്മപുരത്ത് എഴുതുന്നത് പുസ്തകങ്ങളുടെ ഒരു ആസ്വാദനമാണ് എഴുതുന്നത്. പല ഇപ്പൊ നമ്മള് മാഗസിനിൽ കാണല്ലോ പല ടൈപ്പ്. അതേപോലെ തന്നെ ഇതാക്കപ്പോ ഇതാണ് നമ്മുടെ സിനിമയെ പറ്റിയിട്ടും പരസ്യമുണ്ട്. അപ്പൊ ഇത് ഫ്രീ ആണെന്ന് അല്ലേ? 3000 കോപ്പി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. 2500 കോപ്പി പോസ്റ്റൽ വഴി അയക്കും. 4 രൂപ സ്റ്റാമ്പിൽ. ശരിയാ. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഒരു വലിയ കാര്യം ചെയ്യുന്നത്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റിയുടെ പേര് പല തട്ടിപ്പ് നടക്കുന്ന ഒരു കാലത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ സ്വയം ചെയ്യുക, അതും പെൻഷൻ ക്യാഷിന് എടുത്തു കൊടുക്കുക എന്നൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. ഇത് ഇപ്പോഴും ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് അക്കരെ പെയ്ത മഴ. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന നാളെ നാടകമുണ്ട് തൃശ്ശൂര്. അപ്പം ഇതെന്റെ നാടകമുണ്ട്. ഇത് 59ാമത്തെ നാടകമാണ് ഞാൻ എഴുതിയത്. അപ്പൊ നാടകത്തിലോട്ട് വരുമ്പോ എങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയി തോന്നിയിട്ടുണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ നാടകം ഇപ്പോഴാ ആൾക്ക് വേണ്ടെന്ന് തന്നെ പറയാം. കുറെ ക്ലബുകളും കുറെ മത്സരങ്ങളും ഒക്കെ നടക്കുന്നതല്ലാതെ
വേറെ ചില പരിപാടികൾ കൈയടക്കി കഴിഞ്ഞു, നാടകത്തെ പിന്തള്ളി. എന്നിരുന്നാലും നാടകം ഒരിക്കലും മരിക്കത്തില്ല. മനുഷ്യന്റെ മനസ്സിനെ പതിക്കത്തക്ക ഒരെണ്ണമാണ്, നല്ല ചുറ്റുപാടുള്ള മനുഷ്യന് ചിന്തിക്കത്തക്കതാണ് നാടകം. നാടകം എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ ആയിട്ടുള്ള ഒരു ടൂൾ അടക്കം ഉപയോഗിച്ചതാണ് ആണെന്ന്. അപ്പൊ ആ നാടകത്തിലൂടെ എന്ത് പറഞ്ഞാലും ആളുകൾ കേട്ടുകൊണ്ട് ഇപ്പോഴും ഇരിക്കും. പക്ഷെ കാണികൾ കുറവാണെന്നേ ഉള്ളൂ. കാണികൾ ഇല്ല, കുറവാണ്, വേദികൾ കുറവാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് ചെയ്തതിന്റെ പൈസയുടെ പകുതി പോലും തിരിച്ച് വരത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഈ നാടകത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ചെറുപ്പം മുതൽ നാടകത്തിലാണ്.